നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വരുന്ന 3 ദിവസങ്ങൾ പ്രകൃതിക്ഷോഭത്തിന് സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശി വിട്ട് കന്നി രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്നു. 2025 ജൂലൈ മാസം 28-ാം തീയതി തിങ്കളാഴ്ച ദിവസം രാത്രി സമയത്താണ് ഈ രാശിപ്പാർച്ച നടത്തുന്നത്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട 3 ദിവസങ്ങളാണ് മുൻപോട്ട് ഉണ്ടാകുക. പ്രകൃതിക്ഷോഭത്തിനൊക്കെ സാധ്യതയുള്ള ദിവസങ്ങളാണ്. പേമാരിയും കൊടുങ്കാറ്റും, അതുപോലെ തന്നെ തീപിടുത്തം, യുദ്ധം, അഗ്നി കൊണ്ടുള്ള ദോഷങ്ങൾ, കൊലപാതകം, അപകടം, ആത്മഹത്യ. അങ്ങനെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നവഗ്രഹങ്ങളിലെ വില്ലൻ ഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അടി, ഇടി, വെട്ട, കുത്ത്, അഗ്നി, ബോംബ്, യുദ്ധം, സാഹസിക കൃത്യങ്ങൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ആത്മഹത്യ, അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ടാണ് ചൊവ്വയെ വില്ലൻ ഗ്രഹമായിട്ട്, മനുഷ്യ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ടാണ് വില്ലൻ ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൊവ്വ അതിന്റെ ശത്രുക്ഷേത്രമായ കന്നി രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്നു. ചൊവ്വ കന്നി രാശിയുടെ അധിപനായ ബുധനെ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ട് ഈ കന്നി രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കന്നി രാശിയിൽ ചൊവ്വ വരുമ്പോൾ ചൊവ്വയെ മറ്റൊരു ശത്രുഗ്രഹമായ ശനി വീക്ഷിക്കുന്നു. അങ്ങനെ മൊത്തം ശത്രുത വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് വന്നപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി 8-ാം ഭാവമായ മീനൻ രാശിയിലേക്കുണ്ട്. അന്നു മുതൽ നമുക്കിവിടെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ സംഭവിച്ചു. അതായത് കപ്പൽ തീപിടിച്ചു, അങ്ങനെ വിമാനം തകർന്നു വീണു, അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഇപ്പോഴും ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വിമാനം തകർന്നു വീണു. അപ്പോൾ ശാസ്ത്ര മേഖലയിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ 3 ദിവസം, അതായത് 2025 ജൂലൈ മാസം 28-ാം തീയതി രാത്രി മുതൽ 31-ാം തീയതി വ്യാഴാഴ്ച ഉച്ചവരെ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ഉച്ചവരെ കൊടുങ്കാറ്റ്, പേമാരിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായില്ലെങ്കിൽ പ്രകൃതി ദുരന്തം എങ്ങനെയെങ്കിലും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തീപിടുത്തമോ, മണ്ണിടിച്ചിലോ, മലയിടിച്ചിലോ, എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള 3 ദിവസങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ, മൂന്നാർ ഹൈറേഞ്ച് മേഖലയിലുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഉള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. യാത്രയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പ്രകൃതിക്ഷോഭത്തിനും പ്രകൃതി ദുരന്തത്തിനും ഒക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ള 3 ദിവസങ്ങൾ, തിങ്കളാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച ഉച്ചവരെ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു വിഷയം പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാലാവസ്ഥക്കാർ ചിലപ്പോൾ തലേദിവസം രാത്രിയിലായിരിക്കും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. എങ്കിലും നേരത്തെ പ്രിയപ്പെട്ടവർക്ക് അറിഞ്ഞ് കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്ത് പോകുക. ഒരുപക്ഷെങ്കില് അനേകരുടെ പ്രാർത്ഥന കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാതെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അങ്ങനെയും നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.